അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നത്. ശ്രീമദ് ദേവി ഭാഗവതം 4th അധ പ്രഥമോധ്യായ. ജനമേജയ ഉവാച. വാസവേയ മുനിശ്രേഷ്ഠ സർവജ്ഞാനനിധേന ഘാം പ്രഷ്ടുമിച്ഛാമ്യഹം സ്വാമിന്നസ്മാകം കുലവർദ്ധന. ശൂരസേന സുത ശ്രീമാൻ വസുദേവ പ്രതാപവാൻ. ശ്രുതം മയാ ഹരിർയസ്യ പുത്രഭാവമവാപ്തവാൻ. ദേവാനാമപി പൂജ്യോ ഭൂന്നാംനാ ജാനകദുന്ദുഭി. കാരാഗാരേ കഥം ബദ്ധ കംസസ്യ ധർമ്മതൽപരാ. ദേവക്യാ ഭാര്യയാ സാർദ്ധം കിമാകൃതവാനസൗ. ദേവക്യാ ബാലഷട്കസ്യ വിനാശശ്ച കുതഃ പുനഃ. തേന കംസേന കസ്മാദ്വൈ യയാതികുലജേന ച. കാരാഗാരേ കഥം ജന്മ വാസുദേവസ്യ വൈ ഹരേ. ഗോകുലേ ച കഥം നീതോ ഭഗവാൻ സാത്വതാം പതി. ഗതോ ജന്മാന്തരം കസ്മാൽ പിതരോ
നികടേ സ്ഥിതൗ ദേവകീ വസുദേവൗ ച കൃഷ്ണസ്യാമിത തേജസാ കഥം ന മോചിതൗ വൃദ്ധൗ പിതരൗ ഹരിണാമുന ജഗൽകർത്തും സമർത്ഥേന സ്ഥിതേന ജനകോദരേ പ്രാക്തനം കിം തയോ കർമ്മ ദുർവിജ്ഞേയം മഹാത്മഭി ജന്മ വൈ വാസുദേവസ്യ യത്രാസീൽ പരമാത്മന കേതേ പുത്രാശ്ച കാബാല യാ കംസേന വിപോധിത ശിലായാം നിർഗതാ വ്യോംനി ജാതാ ത്വഷ്ടഭുജാ പുനഃ ഗാർഹസ്ഥ്യം ച ഹരേർബ്രൂഹി ബഹുഭാര്യസ്യ ചാനഘ കാര്യാണി തത്ര താന്യേവ ദേഹത്യാഗം ച തസ്യ വൈ കിം വദന്ത്യാശ്രുതം യത്തത് മനോ മോഹയതീവ മേ ചരിതം വാസുദേവസ്യ ത്വമാഖ്യാഹി യഥാ തഥം നരനാരായണൗ ദേവൗ പുരാണാവൃഷിസത്തമൗ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വേദവ്യാസ പുണ്യമൂർത്തേ, ഞങ്ങളുടെ കുലത്തിനായി വേണ്ട പോലെ മംഗളത്തെ നൽകുന്ന സ്വാമിൻ, ശൂരസേന പുത്രനായ വസുദേവൻ, അദ്ദേഹത്തിൻ പുത്രഭാവം സാക്ഷാൽ ഹരി സ്വീകരിച്ചെന്നും, ആനകദുന്ദുഭിയാകും വസുദേവൻ ദേവകൾക്കും അത്യന്തം പൂജിതനെന്നും കേട്ടിട്ടുണ്ട് ഞാൻ. ധർമാത്മാവാം വസുദേവൻ ഉഗ്രസേന പുത്രനാകും കംസന്റെ കാരാഗൃഹത്തിൽ എത്തിയതെന്തേ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവകിയാം ഭാര്യയ്ക്കൊപ്പം എന്തപരാധത്തെ ചെയ്തു ദേവകി തൻ പുത്രന്മാരെ കൊന്നതെന്തിനോ? യയാതി കുലോദ്ഭവനാം കംസനെന്തിനാലെ ചെയ്തു? യാദവനായി ശ്രീഹരി താൻ പിറന്നതെന്തേ? സാത്വതനാം ശ്രീഹരിയെ ഗോകുലത്തിലേക്കെന്തിനു കൊണ്ടുപോയി? അതുപോലെ ലോകദൃഷ്ടിയിൽ ഗോപാലനായി മാറിയതും എന്തിനാണു അച്ഛനൊപ്പം? അമ്മയും കാരാഗൃഹത്തിൽ ബന്ധിതരല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. തേജസ്വിയാം കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കന്മാരെയും എന്റെ ബന്ധനത്തിൽ നിന്നു
മോചിപ്പിച്ചില്ല. ഗർഭസ്ഥനായിരിക്കുമ്പോൾ എന്തേ മോചിപ്പിച്ചതില്ല? ദുർവിജ്ഞേയമോ അവർ തൻ കർമ്മങ്ങളെല്ലാം. അവരല്ലേ വാസുദേവ ജന്മദാതാക്കളായതും ആ പുത്രന്മാർ ആരാണെന്നും ചൊല്ലിട വേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. കംസൻ കൊല്ലാൻ തുടങ്ങിയ ബാലികയും മാരെന്നോതു കരിങ്കല്ലിൽ അടിക്കവേ ഉയർന്നു പൊങ്ങി. ആകാശത്തിൽ അഷ്ടഭുജത്തോടെ മിന്നിയ താം ദേവി കൃഷ്ണൻ തൻ്റെ ഗാർഹസ്ഥ്യവും ഏതുവിധത്തിൽ, കർമ്മങ്ങളും ഏതുവിധം, ദേഹത്യാഗം ഏതുവിധം, കിംവദന്തി കേട്ടൻ മനം മോഹിച്ചിടുന്നു. വാസുദേവ കഥകളെ യഥാതഥം പറയണേ നരനാരായണന്മാരോ ഋഷിശ്രേഷ്ഠർ താൻ. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മീ ശരണം. ഭദ്രേ ശരണം. വാണീ ശരണം. കാളീ ശരണം. കാളീ ശരണം. ഭദ്രകാളീ ശരണം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവീ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 319 ദിവസം. ദേവീഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിലേക്ക് നമ്മൾ കടന്നു. അതിൽ 1-ാമത്തെ അധ്യായത്തിലെ 12 ശ്ലോകങ്ങൾ ആണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. തൃതീയ സ്കന്ധത്തിൻ്റെ അവസാനത്തിൽ രാമകഥകൾ പറഞ്ഞ ആ വേദവ്യാസൻ, അതോടൊപ്പം തന്നെ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ കേട്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളെക്കുറിച്ച് ചോദിക്കുകയാണ് ജനമേജയൻ. ജനമേജയൻ്റെ വാക്കുകളാണ് നമുക്ക് ഈ ആദ്യത്തെ അധ്യായത്തിൽ 48 ശ്ലോകങ്ങളിലൂടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. പല പല സംശയങ്ങൾ ജനമേജയന് ഉണ്ടാവുന്നു. അപ്പം ജനമേജയൻ വേദവ്യാസനോട് ചോദിക്കുകയാണ്, വാസവേയ മുനിശ്രേഷ്ഠ
സർവജ്ഞാനനിധേ നഘ. ഹേ വാസവേയ, അല്ലയോ വേദവ്യാസ, മുനിശ്രേഷ്ഠനായിരിക്കുന്ന വേദവ്യാസ, സർവജ്ഞാനനിധേ നഘ, എല്ലാ ജ്ഞാനങ്ങളുടെയും നിധിയായിരിക്കുന്ന, അല്ലയോ അനഘ, പാപരഹിതനായിരിക്കുന്ന പുണ്യമൂർത്തെ, പ്രഷ്ടുമിച്ഛാമ്യഹം സ്വാമിൻ, ഹേ സ്വാമിൻ, അങ്ങ് ഞാൻ വീണ്ടും ചോദിക്കട്ടെ. അങ്ങ് അസ്മാകം കുലവർദ്ധന, ഞങ്ങളുടെ ഈ കുലത്തിന് മംഗളത്തെ നൽകുന്ന ആളാണ്, നിങ്ങളുടെ കുലത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ട സഹായം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് പ്രഷ്ടുമിച്ഛാമ്യഹം, ഞാൻ വീണ്ടും ഒന്നുകൂടി ചോദിക്കട്ടെ. എന്താ ചോദിക്കണത്? ശൂരസേന സുത ശ്രീമാൻ വസുദേവ പ്രതാപവാൻ ശ്രുതം മയാ ഹരിർയസ്യ പുത്രഭാവമവാപ്തവാൻ. ശൂരസേനന്റെ ഐശ്വര്യപൂർണനും പ്രതാപവുമാനുമായ പുത്രനാണ് വസുദേവര്. അങ്ങനെ ശ്രുതം മയാ ഹരിർയസ്യ, ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തിൻ്റെ പുത്രഭാവം അവാപ്തവാൻ, അദ്ദേഹത്തിൻ്റെ പുത്രഭാവം കൈക്കൊണ്ടു സാക്ഷാൽ ശ്രീഹരി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദേവാനാമപി പൂജ്യോഭൂൻ നാംനാജ് ആനകദുന്ദുഭി. ആനകദുന്ദുഭി എന്ന പേരുള്ള ആളാണ് വസുദേവര്. അദ്ദേഹം ജനിച്ചപ്പോൾ ആകാശവീഥിയിൽ ആനകവും ദുന്ദുഭിയും ഒക്കെ മുഴങ്ങിയതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആനകദുന്ദുഭി എന്ന് പേര്. അപ്പം അദ്ദേഹം ദേവന്മാർക്ക് കൂടി പൂജ്യനാണ്, ധർമ്മതൽപരനാണ് അദ്ദേഹം. അങ്ങനെയെങ്കിൽ കംസസ്യ കാരാഗാരേ കഥം ബദ്ധ, ധർമ്മതൽപരനായിരിക്കുന്ന അദ്ദേഹം കംസന്റെ കാരാഗ്രഹത്തിൽ എങ്ങനെ അടയ്ക്കപ്പെട്ടു? ബദ്ധനായത് എന്തുകൊണ്ടാണ്? ദേവക്യാ ഭാര്യാസാർത്ഥം, തൻ്റെ ഭാര്യയായ ദേവകിയോടുകൂടി കിമാകൃതവാനസൗ, അദ്ദേഹം എന്ത് അപരാധമാണ് ചെയ്തത്? പിന്നെയോ ദേവക്യ ബാലഷഡ്കസ്യാ വിനാശശ്ച കുത പുന കൃത പുന. അപ്പൊ ഇവിടെ ദേവകിയുടെ 6 പുത്രന്മാരെ കൊന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അഷ്ടബാലഷഡ്കസ്യ എന്ന 6 പുത്രന്മാരെ നിഗ്രഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തേന കംസേന കസ്മാദ്വൈ യയാദികുലജേന ചാകാരാഗാരേ കഥം ജന്മ വാസുദേവസ്യ വൈഹരേ. യയാദിയുടെ കുലത്തിൽ ജനിച്ച കംസൻ അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? ശ്രീഹരിയായ ആ വാസുദേവൻ ഭഗവാൻ കംസന്റെ കാരാഗ്രഹത്തിൽ എങ്ങനെ ജനിച്ചു? പിന്നെയോ ഗോകുലേ ച കഥം നീതോ ഭഗവാൻ സാത്വതാംപതി, സാത്വതാംപതിയായിരിക്കുന്ന ഭഗവാൻ ശ്രീഹരിയെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയാണ്? കഥം നീതോ ഗോകുലേ, ഗോകുലത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോയത്? ലോകദൃഷ്ടിയിൽ ഗോപാലബാലന്മാരായി തീരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഗതോ ജന്മാന്തരം കസ്മാൽ പിതരൗ നികടേ സ്ഥിതൗ. അതേപോലെ തന്നെ അച്ഛനമ്മമാര് ബന്ധനസ്ഥരായി കഴിയുകയായിരുന്നല്ലോ. ആ ശ്രീകൃഷ്ണൻ ദേവകീ വസുദേവൗച കൃഷ്ണസ്യ അമിത തേജസ, അമിത തേജസ്വിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് ആ ദേവകീ വസുദേവന്മാരെ, തൻ്റെ പിതാക്കന്മാരും വൃദ്ധരുമായിരിക്കുന്ന അവരെ എന്തുകൊണ്ട് കഥം ന മോചിതൗ വൃദ്ധോ പിതരോ ഹരിണാമുന, എന്തുകൊണ്ടാണ് ഭഗവാൻ അമിത തേജസ്വിയായിട്ടുള്ള അവിടത്തേക്ക് ഇത് സാധിക്കാത്തതല്ല, പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്, മോചിപ്പിക്കാതിരുന്നത്? ജഗൽക്കർത്തും സമർത്ഥേന സ്ഥിതേന ജനകോദരേ, ജഗൽ സൃഷ്ടി ചെയ്യാൻ സമർത്ഥനായ അദ്ദേഹം ഗർഭസ്ഥനായിരിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ട് അവരെ മോചിപ്പിച്ചില്ല? പ്രാക്തനം കിം തയോ കർമ്മ ദുർവിജ്ഞയം മഹാത്മഭി. അപ്പോ മഹാത്മാക്കൾക്ക് അറിവില്ലാത്തതായിരുന്നു രണ്ടുപേരുടെയും പ്രാക്തന കർമ്മങ്ങൾ, മുമ്പ് ചെയ്ത കർമ്മങ്ങൾ ഒക്കെ തന്നെ. ജന്മവൈ വാസുദേവസ്യ യത്രാസീൽ പരമാത്മന കേതേ പുത്രാശ്ച കാബാല യാ കംസേന വിബോധിതാം. അവരാണല്ലോ പരമാത്മാവായ വാസുദേവന്റെ ജന്മദാതാക്കൾ, ദേവകീ വസുദേവന്മാര്. അവരെ എന്തുകൊണ്ട് ഭഗവാൻ മോചിപ്പിച്ചില്ല? പിന്നെ ആ 6 പേര്, ആ പുത്രന്മാർ ആരായിരുന്നു? കംസനെ കൊല്ലാൻ തുടങ്ങിയ ആ ബാലിക ആരായിരുന്നു? കേതേ പുത്രാശ്ചകാബാല യാ കംസേന വിബോധിത. ആ പുത്രന്മാർ ആരായിരുന്നു? കംസനെ കൊല്ലാൻ പുറപ്പെട്ട
ദേവിയും ആരാണ്? ശിലായാം നിർഗതാവ്യോംനി ജാതാ ത്വഷ്ടഭുജ പുന. ശിലയിലടിക്കെ ആകാശത്തിലേക്ക് ഉയർന്ന് പിന്നെ സായുധാഷ്ട മഹാഭുജ, 8 തൃക്കൈകളിൽ ആയുധങ്ങൾ ധരിച്ചും കൊണ്ട് തീർന്നില്ലേ ആ ദേവി. ഗാർഹസ്ഥ്യം ച ഹരേർബ്രൂഹി ബഹുഭാര്യസ്യ ചാനക. അപ്പോൾ ആ ദേവിയെക്കുറിച്ച് അറിയണം. ബഹുഭാര്യനായിരിക്കുന്ന കൃഷ്ണന്റെ ഗാർഹസ്ഥ്യം എങ്ങനെയായിരുന്നു അതും അറിഞ്ഞാൽ കൊള്ളാം. കാര്യാണി തത്ര താന്യേവ ദേഹത്യാഗം ച തസ്യ വൈ കിംവദന്ത്യാ ശ്രുതം യത്തൻ മനോമോഹയതീവമേ. അദ്ദേഹം ചെയ്ത മറ്റു കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ദേഹത്യാഗം എങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെ നിരവധി കിംവദന്തികൾ കേട്ട് 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 എൻ്റെ മനസ്സ് വല്ലാതെ മോഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരൂ. ചരിതം വാസുദേവസ്യ ത്വമാഖ്യാഹി യഥാ തഥം. വാസുദേവന്റെ ചരിത്രം, ഭഗവത് കഥകളെ യഥാതഥം എങ്ങനെയാണോ ഉണ്ടായത് അതേപോലെ ക്രമാനുഗതമായി എനിക്ക് അങ്ങ് പറഞ്ഞു തരണേ. ചരിതം വാസുദേവസ്യ ത്വമാഖ്യാഹി യഥാതഥം. പിന്നെയോ നരനാരായണൗ ദേവോ പുരാണവൃഷി സത്തമൗ. ഇപ്പൊ ഇവിടെ നരനാരായണന്മാര്, ദേവന്മാരും പുരാണപുരുഷന്മാരും അതേപോലെ ഋഷിശ്രേഷ്ഠന്മാരും ആയിരുന്നു നരനാരായണന്മാര്. അപ്പൊ ഈ നരനാരായണന്മാരാണ് ജിഷ്ണുവായും വിഷ്ണുവായും പിറന്നത്, അല്ലെങ്കിൽ അർജുനനായും കൃഷ്ണനായും മാറിയത് ഈ നരനാരായണന്മാരാണ് എന്ന് ഞാൻ കേൾക്കുന്നു. എങ്കിൽ ആ കഥ ഒന്ന് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ ജനമേജയ ചക്രവർത്തി. അപ്പോൾ ആ നരനാരായണന്മാരെ കുറിച്ച് പറയുന്നിടം 12ാമത്തെ ശ്ലോകം. അതോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നു. 13ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.